ഇപ്പൊ ഞാനുള്ളത് ഊട്ടിയിലാണ്. നേരെ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഊട്ടിയിലെത്തി. രാവിലെ അത് വല്ല തേച്ച് പുറത്തിറങ്ങിയപ്പോൾ കാണാം റൂമിൽ നിന്ന് നേരെ ഒരു ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ പിന്നെ കണ്ണാടിയിൽ വെച്ചാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. നമ്മളെ ഫുഡെല്ലാം പാക്കേജ് വഴി ഉള്ളതാണ്. നമ്മൾ വന്നിട്ടുള്ള പാക്കേജ് വഴിയാണ്. രാവിലെ നമുക്ക് കിട്ടിയ ഫുഡ് ഇഡലി, ദോശ, പൂരിയാണ്. അതിന്റെ കൂടെ സാമ്പാറുണ്ട്. അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അടുത്തൊരു സ്ഥലത്ത് പോകാനിറങ്ങിയ സമയത്ത് പിന്നെ ഫോട്ടോ എടുക്കും. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ കൂടി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ അടുത്ത സ്ഥലത്ത് പോകാറിറങ്ങി. വണ്ടി കയറി നേരെ പോയത് ടീ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ പല സ്ഥലത്ത് നിന്ന് ആൾക്കാരൊക്കെ വന്നുകൂടി. പുറത്തിറങ്ങി ഡാൻസ് എല്ലാം കളിച്ച് കഴിഞ്ഞിട്ടാണ് ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കയറിയത്. ഈ കാണുന്ന വലിയ പാലം വഴിയാണ് നമുക്ക് അകത്തോട്ട് കയറാനുള്ള. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റിയ നല്ല വ്യൂ തന്നെയാണ് ഊട്ടിയിൽ പടച്ചുവിട്ടിട്ടുള്ളത്. അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ തേയിലപ്പൊടി ഉണ്ടാക്കുന്നതിന്റെ പ്ലാൻ തന്നെയാണ് ആദ്യം വരച്ചു വെച്ചിട്ടുള്ളത്. നമ്മൾ വന്നപ്പോൾ തന്നെയാണ് തേയിലപ്പൊടി ഉണ്ടാക്കേണ്ട ഇല കൊണ്ട് തട്ടുന്നത്. ഈ കാണുന്ന ഇലയിലും തേയിലപ്പൊടിയായിട്ട് മാറാനുള്ള മുകളിൽ കൊണ്ട് തട്ടുന്ന ഇല മുഴുവൻ ഒരു മെഷീനിലൂടെ കിടത്തി അരച്ചെടുക്കുകയാണ്. അരച്ചെടുക്കുന്ന മുഴുവൻ ഇലയും ചൂടായിക്കൊണ്ടിരിക്കുന്ന ഈ ടാങ്കിനുള്ളിലാണ് പോകുന്നത്. ചൂടായി ഫുൾ സെറ്റായി പുറത്ത് വരുന്നത് ചായയിലോട്ട് കുടിയുന്ന തേയിലപ്പൊടിയാണ്. അവിടെ വെച്ച് തന്നെ ബേക്ക് ചെയ്തെല്ലാം വിൽക്കാൻ ഇറക്കിയാണ്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന പൊടി കൊണ്ട് വരുന്നവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അവിടെ തന്നെ ഉണ്ടാക്കുന്ന തേയിലപ്പൊടിയും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ഓർമ്മ മേടിച്ചു. അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോയി. അടുത്ത പോകുമ്പോൾ കിട്ടുന്ന സ്പോട്ടാണ്. ആർക്കാണ് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ കാണാം. ബൈ.